റിസർവ് ഫോറസ്റ്റിനകത്തുള്ള ഒരു വില്ലേജാണ്. പിന്നെ ആകെയുള്ള ഒരു ഗുണം ഒരേ ഒരു ട്രിപ്പേ ഉള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ ആണേലും ഹാൾട്ട് ഗവിയില്ല. സാധാരണ പുതിയ ഒരാൾ വരുമ്പോൾ സ്റ്റോപ്പും ഫെയറും ഒക്കെ പറഞ്ഞു തരാൻ പരിചയമുള്ള ഒരു കണ്ടക്ടറെ കൂടെ വിടുന്ന ഒരു പതിവുണ്ട്. പറഞ്ഞിട്ടെന്താ, ഉള്ള സർവീസിന് തന്നെ ആളെ തികയുന്നില്ല. ഉള്ളവരാണെങ്കിൽ പകുതിയും ലീവിലും. പിന്നെ എങ്ങനെ KSRTC രക്ഷപ്പെടും? എന്തെങ്കിലും നടപടി എടുക്കാമെന്ന് വെച്ചാൽ അപ്പം ഇറങ്ങിക്കൊള്ളു. ഒരു പണിയില്ലാണ്ട് രാഷ്ട്രീയം പറഞ്ഞു കിടക്കണ കുറേ അവന്മാര്. നിങ്ങളൊക്കെ വിചാരിച്ചാലേ ഇനി ഇതിനെ ഒന്ന് കട്ടപ്പുറത്തുനിന്ന് ഇറക്കാൻ പറ്റൂ. സ്റ്റോപ്പിന്റെയും ഫെയറിന്റെയും ഡീറ്റെയിൽസ് ഇതിലുണ്ട്. ഇത് നോക്കി കൊടുത്താൽ മതി. അപ്പോ ഐശ്വര്യമായിട്ട് തുടങ്ങിക്കോ. ബസ് ആ ഗാരേജിനടുത്ത് കിടപ്പുണ്ട്. അവിടെ ചെന്ന് ഡ്രൈവർ സുഖുവിനെ ചോദിച്ചാൽ മതി. ബാക്കിയൊക്കെ ആവും. ഞാനങ്ങോട്ട് ചെല്ലിയല്ലേ. ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ്. 5, 6, 7, 8, 10. ഇല്ല, ഞാൻ ഈ സാധനങ്ങൾ എവിടെയെങ്കിലും കൊണ്ടേ വെക്കണോ? ശരി. ഷടാ, ഇവനിത് എവിടെ പോയി കിടക്കുക? ഇനി ആ സുഗു ഡ്രൈവർ എവിടെ ചെന്നാണാവോ? അയ്യോ, 49 പേർക്ക്. അപ്പൊ സാമിക്കല്ലേ വഴി തെറ്റി? അത് അവിടെ ഉള്ള ചേട്ടാ. ഓ, ഈ ബാഗും സാധനങ്ങളും കുറച്ച് നേരം ഇവിടെ വെച്ചോട്ടെ. ഇവിടെ വെച്ചോളൂ. താങ്ക്സ്. பொன்னுசாமி, தங்கசாமி, வேலுசாமி, நான் இங்க இருக்கடா. சீக்கிரம் வந்து கூப்பிட்டு போடா. ரொம்ப கஷ்டமா இருக்கடா. வாடா. ரொம்ப கவலைப்பட்டு இருக்கடா. சாமிங்களா. ചേട്ടാ, ഈ സുഗു ഡ്രൈവർ. അയ്യോ, സ്ക്രൂ ഡ്രൈവർ ഇല്ല. വേണമെങ്കിൽ മോന് 5-16 സ്പാൻഡർ തരാം. അതല്ല, ഈ സുഗു ഡ്രൈവറെ കാണാൻ. സുഗുവിനെ കാണാൻ വന്നേ. എന്നെ ഒന്ന് പിടിക്ക്. സെൽഫി എടുക്കൂലേ? അതെ, ചെന്താര സുഗുനാണ് അതോ പാലക്കാട് സുഗുനാണ് കാണേണ്ടത്? അതറിയില്ല. ഈ ഗവി ബസിന്റെ ഡ്രൈവർ. നമ്മുടെ പാലക്കാട് സുഗു. വാ, ആശാൻ കാണിച്ചു തരാം. അതെ, ആരെ കാണാനാണ് പറഞ്ഞത്? ഡ്രൈവർ സുഗു, ഈ ഗവി ബസിന്റെ. ഡ്രൈവർ സുഗു. ഇതെന്നോട് നേരത്തെ പറയണ്ടോ? ഈശ്വര, ഇത് വലിയ കുരിശായല്ലോ. അതേടാ, കുരിശ് തന്നെയാടാ. അതേ തൊട്ട് കളിച്ച ഗീവർഗീസ് പുണ്യാളനാണ്. ഇയാൾക്ക് ഭ്രാന്താണോ? ഭ്രാന്ത് നിന്റെ തന്തക്ക്. ആശാൻ എന്നെ പണിയാ കാണിച്ചു. പോകാൻ നിന്ന ബസിന്റെ ടയർ ഉരുടെടുത്ത് എന്നത്തിനാണ്. എനിക്ക് കണ്ടപ്പോ ഒരു സുഖമായിട്ട് തോന്നിയില്ല. പിന്നെ പോവാൻ നിൽക്കണ വണ്ടല്ലാണ്ട് ഓടിക്കുന്ന വണ്ട ടയർ ഇടാൻ പറ്റുമോ? തലക്കോളമാണെങ്കിൽ ലീവ് എടുത്ത് വീട്ടിൽ ഇരിക്കാൻ പറഞ്ഞ അതും കേൾക്കിയാണ്. ആശാൻ ഇങ്ങ് വന്നേ, ഇങ്ങോട്ട് വന്നേ. നീ എന്തിനാ എന്റെ മുമ്പേ നടക്കണത്? ആശാൻ ആ ടയർ ഒന്ന് ഇട്ടുകൊടുക്കും. എനിക്ക് വേറെ പണിയുണ്ട്. ഊരിയ ടയർ ഇടാൻ എന്നെ കിട്ടില്ല. ചേട്ടാ, ഈ ഡ്രൈവർ സുഗു. നീ കുറച്ചു നേരം ഡ്രൈവർ സുഗു എന്ന് പറഞ്ഞത്. വിലക്ക് സുഖമില്ലാണ്ട് ഓരോന്ന് വന്നു മനുഷ്യനെ ബുദ്ധിമുട്ടി. ചേട്ടാ, ഈ ഡ്രൈവർ സുഗുനെ കാണാൻ എന്താ വഴി? ഇപ്പൊ ഇവിടെ എവിടെയോ ചിലപ്പോ ആ ക്യാൻറ്റീനിൽ എങ്ങാനും കാണും. പോയി നോ. വലിയ ഉപകാരം. ആന്റപ്പന്റെ ശബ്ദമല്ലേ ഇത്? എന്താണ് തന്നോടാ ചോദിച്ചാൽ? ഞാനിവന്റെ കൂട്ടുകാരനാണ്. പിന്നെ താഴേക്കല്ല മേപ്പട്ടേക്കാണ് അയക്കേണ്ടത്. അങ്ങനത്തെ തോന്നിയതാണ് പന്നിയുടെ കയ്യിലിരിക്കണത്. ഇവൻ എന്തൊട്ട് തോന്നിവാസം കാണിച്ചു പറഞ്ഞു കൊടുക്കണം നീ. അത് ശരി. ഇതൊന്ന് വെള്ളരിക്കാൻ പറ്റണോ? ഒരു കുഞ്ഞു ഫോട്ടോ എടുത്താണോ ഇവൻ കാണിച്ച ഇത്ര വലിയ തോന്നിവാസം? വനിതാ കണ്ടിട്ട് ഫോട്ടോ എടുത്ത് അടിച്ചുപറ്റ ഫോട്ടോകൾക്കാണ് വേണ്ടത്. ഈ കൊച്ചിനെ കണ്ട നമ്മുടെ ജമാലിന്റെ കൊച്ചാപ്പാട്ട വീട്ടിൽ പഠിക്കുന്ന കൊച്ചിനെ പോലെ ഇല്ലേ? അത് തന്നെയാണെന്ന് അറിയാൻ പിന്നെ കാണിക്കാൻ വേണ്ടി ഞാൻ ഫോട്ടോ എടുത്തത്. എന്താ ചേട്ടാ ഇത്? ഒന്ന് ആള് മാറി ഫോട്ടോ എടുത്തതിനാണോ ഈ പാവത്തിന് ഇങ്ങനെ ചവിട്ടിക്കൂട്ടിയത്? സ്ത്രീകളെ ഡ്രസ് മാറുമ്പോഴാണ്ടാ ഫോട്ടോ എടുക്കുന്നത്. ആന്റപ്പനല്ല, അവന്റെ അപ്പനാണ് വിളിക്കുന്നത്. ഞാൻ ഫോട്ടോ എടുത്തപ്പോ ആ പെണ്ണ ഡ്രസ് ഞാൻ എന്ത് ചെയ്യാനാ? ഒരുത്തക്കേട് കാണിച്ചിട്ട് ന്യായം പറഞ്ഞു. നീ പറഞ്ഞില്ല എവിടെയാണ് ന്യായം? അല്ല ചേട്ടാ, എന്താണ്? അവൻ അറിയാതെ പറ്റിപ്പോയതല്ലേ. ഇപ്രാവശ്യത്തേക്ക് ഒന്ന് മാപ്പാക്ക്.
ഞാൻ വേണ കാല് കാലത്ത് പിടിക്കരുത് നീ മേലെ ഈ ശവത്തിന്റെ മുമ്പ് തന്നെ ചവിട്ടി കൂട്ടി ഞാൻ. ഇല്ല അവന് ഏരിയയിലേ കാണില്ല അക്കാര്യം ഞാൻ ഏറ്റു ഓ ഓ ശരി. കൊല്ലും ഞാൻ. ഹലോ എവിടെയാണ് അവള്? ആ ഷീല വിട്ടളയത് ചെറിയ ചെക്കനാണ്. ഞാനല്ലേ പറയണത്. ഓ ഐ എന്താണ് അവിടെ കൂട്ടം കൂടി നിൽക്കണത്? പോയിട്ടാ പോടാ പോടാ. ഐ എന്താണ് ഇവിടെ അയ്യപ്പ പളക്കാണ്? എത്ര ചേട്ടാ? 4. ദാ. വാ. എടാ ഈ രവി ആ തടിയൻ പിന്നെ പിന്നെ അങ്ങനെ അങ്ങോട്ട് പോയാലോ? വന്നുകൊണ്ടേയിരിക്കണം. നമസ്കാരം ചേട്ടാ. നീ എടുത്ത ഫോട്ടോ കൊണ്ട് കാണിക്കും. അത് കിട്ടില്ലേടാ, ഐ കാണിക്കണത്. സത്യമായിട്ട് കിട്ടില്ല. അപ്പോഴേക്കാ പെണ്ണ് വെച്ച് വെച്ചില്ലേ? ഐ പിന്നെ എന്തിനാണ് തൂക്കൊണ്ടിരുന്നത് മനുഷ്യനെ കുതിപ്പിക്കാനായിട്ട്? ഏ? ഏയ് ഇത് നമ്മുടെ ആളാട്ടാ. ഒരവസരം കൊടുത്ത സൂപ്പർ എന്താ സുഖേട്ടാ? എന്താ പ്രശ്നം? ഏയ് ഒന്നുമില്ലാന്ന് വെറുതെ അയ്യോ ചേട്ടനാണോ ഈ സുഗു ഡ്രൈവർ? ആണെങ്കിൽ ഞാൻ പുതുതായിട്ട് ചാർജ് എടുക്കാൻ വന്ന കണ്ടക്ടറാ. കണ്ടക്ടറാണ്. ഏത് റൂട്ടാണ്? ഗവി. ഓ എന്താണ് നിന്റെ പേര്? അതെന്താ? എടാ ചന്തയിൽ കൊണ്ടുവരുന്ന സാധനങ്ങൾ വിറ്റ് പോയില്ലെങ്കിലേ വൈകുന്നേരം പോവാൻ വൈകും. പിന്നെ പോണ വഴിക്ക് മഴയും മൂടമഞ്ഞൊക്കെ ഉണ്ടല്ലോ. ഉരുൾപൊട്ടലോ? വീട്ടിൽ പൊട്ടാറില്ല, പക്ഷെ ടയർ പൊട്ടാറുണ്ട്. നിന്റെ സമയം ഇപ്പൊ ഏകദേശം ശരിയായി വരുന്നുണ്ട് ഇല്ലേ? അയ്യോ റേഡിയേറ്ററിൽ വെള്ളം ഒഴിക്കാൻ മറന്നു ഞാൻ. അയ്യോ ഇപ്പൊ എന്ത് ചെയ്യും? നിങ്ങളോട് നിൽക്കി ഞാൻ ഒഴിച്ചിട്ട് വരാം. ഞാൻ ഒരു സോഡ എടുക്കുന്നു. റേഡിയേറ്ററിൽ സോഡയോ? റേഡിയേറ്ററിലേക്കേ വെള്ളം. ആ എന്താ ഈ ചെക്കന്മാര് സോഡ കണ്ടിട്ടില്ലേ? നിനക്ക് തിന്നാൻ കിട്ടിയില്ലേലും ഇതിനൊരു മുട്ടും വരൂല, അത് ഉറപ്പാ. കേട്ടണ കേട്ട് കണ്ട വെള്ളം അടിച്ചോ? ഓ അല്ല വെള്ളം ഒഴിച്ചോ ഓ. എന്ന്. എഞ്ചിൻ തിളച്ച് മറിയാണ്. ഒരു പെഗ് ഒരു മഗ് ഒഴിച്ചപ്പോ എഞ്ചിൻ ഭയങ്കര സുഖം. നീ സാധനത്തിന് എവിടെയും പറഞ്ഞയച്ചിട്ട് വേഷം മാറിയിട്ട് വാ. ഓ. ഈ കുപ്പിയുടെ കൊടുത്തേക്ക് മര്യാദയ്ക്ക് ഒരു ഫോട്ടോ എടുക്കാൻ പറ്റാതെ ജന്തു. ആ പറഞ്ഞ പോലെ ഞാൻ പോവാൻ നോക്കട്ടെ. നാളെ പാർട്ടി മീറ്റിംഗ് ഉള്ളതാ. നിന്റെ അഭാവത്തിൽ ഞാനാണല്ലോ സെക്രട്ടറി. ഉം. നിന്റെ കാര്യം ഓർക്കുമ്പോ എനിക്ക് സങ്കടമുണ്ട്. ആ പോയ മുതലിനൊക്കെ സഹിക്കണ്ടേ? ആ. നീ ഇതവിടെ കൊടുത്തേക്ക്. ടിക്കറ്റ്. ലോകത്തെല്ലായിടത്തോട്ടുള്ള ബസ്സുണ്ട്, ഗവിയിലേക്കുള്ള മാത്രമില്ല. ഗവി കണ്ടുപിടിച്ചു. ഈശ്വര, ഇതെന്താ മൊബൈൽ ചന്തയോ? ഇനി എന്തെല്ലാം കാണേണ്ടി വരുമോ? ഈശ്വര കാത്തോളണേ. എന്നെ ഇവിടെ കമാൻ. ഇവിടെ വാടവിടെ. എന്തിനാ? ഇവിടെ വരാൻ. ഗുഡ് ബൈ. താങ്ക് യു. ഇതാണ്ട് എടുത്തു വെച്ചോ. എന്ത്? എന്നെ തന്നെ ഏ? ബസിന്റെ സ്റ്റെപ്പ് കയറാനായിട്ട് സ്റ്റെപ്പ് കിട്ടണില്ല. യോ എന്തു പറ്റി? കുടിച്ചിട്ടേ. ആഹാ. അടുത്തോ. പതുക്കെ ഇങ്ങോട്ട് അതന്നെ പതുക്കെ സൂക്ഷിച്ചില്ലോടെ. ഓക്കെ. എന്റെ പൊന്നു വക്കച്ച ഒന്ന് നേരെ ചൊവ്വേ നിക്ക്. വെള്ളമടിച്ച വയറ്റി കിടക്കട്ടാ എപ്പ നോക്കിയാലും. വയറ്റി കിടക്കാനാണെങ്കിൽ വല്ല സർബത്തും മേടിച്ച് കുടിച്ചാ പോരെ എന്റെ മാഷ്. കള്ള് കുടിച്ചാ വെല്ലോന്റെ മെക്കെട്ട് കയറി രണ്ട് തല്ലും കൊണ്ട് തന്തക്കും തള്ളക്കും വിളിയും കേട്ട് വാളും വെച്ച് സ്വസ്ഥമായി കിടന്നുറങ്ങണം.
അതാണ് ഈ മദ്യപാനത്തിന്റെ ഒരു ശാസ്ത്രം. ഇങ്ങനെയും ഒരു ശാസ്ത്രം. അണ്ടർസ്റ്റാൻഡ്. ബിവറേജ് ഈസ് മൈ കൺട്രി, ഓൾ കുടിയന്മാർ ഈസ് മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. സ്കൂളിൽ പഠിപ്പിച്ചാ പോരാ മാഷേ. ഇതിപ്പോ എങ്ങനെയാ സാറേ, ഓ. ആദ്യമായിട്ട് എന്റെ കൈ കൊണ്ട് തന്നെ ആയിക്കോട്ടെ കൈനീട്ടം. മാഷിന്റെ മേടിച്ചു, അതൊരു വർക്കത്താണ് സാറേ. മാഷേ, കണക്ക് മാഷേ, എന്റെയും കൂടി ഒന്ന് കൊടുത്തേക്കണേ മാഷേ. ഉം. ഈ കൊടിയന്മാരുടെയൊക്കെ ഒരു ഗതികേട്. പുതിയ കണ്ടക്ടർ ആണല്ലേ? അതെ. എന്താ പേര്? ഇരവി. ഇരവിയോ? ഇരവി കുട്ടമ്പിള്ള എന്നാ. ഞാൻ വേണു. എല്ലാവരും വേണുമാഷെന്ന് വിളിക്കും. ഇപ്പോ ഗവിയിലെ പഞ്ചായത്ത് മെമ്പറാണ്. പഞ്ചായത്ത് മെമ്പറാണോ? ഏതാ പാർട്ടി? ഓ, പാർട്ടിയൊന്നുമില്ല. എല്ലാരും കൂടെ നിർബന്ധിച്ചപ്പം അങ്ങ് നിന്നു മാത്രം. ഒരു ഗവി അല്ല, 2 അയാൾക്കൂടി എടുത്തു. അല്ല, ബാലൻസ് എങ്ങോട്ടാ? ഒരടിവാരം. വക്കച്ചാ, ആ, ടിക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. വേണ്ടായിരുന്നു, നമ്മുടെ ജോസ് മാഷ് എടുത്താണ്. ഗുഡ് ഈവനിങ് മാഷേ. ജോസ് മാഷേ, എന്താ ഈ സജ്ജയില്? 2 നാടൻ കോഴികളാ മാഷേ. വീടടച്ച് പോരുമ്പോ ഇവറ്റകളല്ല കുറുക്കനും കൊണ്ടുപോകും. എന്നാ പിന്നെ വീട് അടയ്ക്കാതെ പോരായിരുന്നില്ല മാഷേ. അല്ല, പിന്നെ കോഴീനെ കുറുക്കാൻ കൊണ്ടുപോകില്ല. പക്കച്ച നല്ല ഫോമിലാണല്ലോ. എന്നാ ഫോമിലല്ലാത്ത? അമ്മച്ചി, വേണുമാഷ് ഹെഡ് മാഷായിരുന്നു, റിട്ടയർഡായി. മാഷെന്താ പതിവില്ലാണ്ട്? പെൻഷന്റെ കുറെ പേപ്പറുകൾ റെഡിയാക്കാനുണ്ടായിരുന്നു. പിന്നെ വീട്ടിലേക്ക് ഒരു ഫോണിന് അപേക്ഷിച്ചിട്ട് മാസങ്ങൾ കുറയായി. ഇപ്പൊ അന്വേഷിച്ചു പറയണു നമ്മുടെ ചെലവിൽ 4 പോസ്റ്റെങ്കിലും ഇടണത്രേ. മാഷൊക്കെ ആവുമ്പോ അതൊരു ഉപകാരം. ടീച്ചർക്ക് ദേവനുമായിട്ട് ഇടയ്ക്ക് മിണ്ടുകയും പറയുകയൊക്കെ ചെയ്യാലോ. പിന്നെ ടീച്ചർ പോസ്റ്റേ കയറിയാണല്ലോ ദേവനുമായിട്ട് സംസാരിക്കണം. ശരി. അയ്യോ സോറി, കണ്ടില്ല. മോനെ എടുത്ത് മടി വെച്ചോളൂ. നീ ഇങ്ങനെ നിക്കണോ ഉടനെ? തനിക്കെന്താ കണ്ണില്ലേ? ഈ അലവനതയാണോ താൻ മോനെന്ന് വിളിച്ചത്? ഈ വൃത്തികെട്ടൻ അടുത്തോടി പോയാ മതി പഴയ്ക്കാൻ. അവനെ ഞാൻ മടി വെക്കണം പോലും. സോറി, ഞാൻ അറിയാതെയാണ്. കണ്ടിട്ടൊന്ന് ചുമ്മാതിരി. അവരെന്നെ എന്നാ വലത്താനാ? ഏതാള് നിങ്ങളോട് 100 തവണ പറഞ്ഞിട്ടുണ്ട് എന്നോട് വെറുതെ മെക്കട്ട് കയറാൻ നിൽക്കണ്ടെന്ന്. മെക്കിട്ട് കയറിയാ നീ എന്നെ ചെയ്യൂടാ നത്തോലി. അയ്യേ, അവരെ കൊണ്ട് എന്ത് ചെയ്യാനാ പാവം. ഒന്ന് നിർത്തിക്കാ രണ്ടുപേരും. കുറെ നേരായി. നീ സീറ്റാ കയറിയിരുന്നേ. അതെ, മോൻ അല്ല ചേട്ടൻ അവിടെ ഇരിക്കും. ശാന്തനാ. പാവം കണ്ടക്ടർ, അയാളെ ഇട്ട് ഓരോ- എന്താട്ടോ എല്ലാവരും കേറിയോ? ആ, എല്ലാവരും എത്തി സാറേ. റൈറ്റ്. ആ, ഏയ്, ബെല്ലടിക്കറോ, നേരെ ഓ, സോറി. സാറേ, ബെല്ലടി. അടിച്ചോ? അയ്യോ, ഞാൻ അറിയാതെ. അതൊന്നും സാരില്ലെന്നേ. അതെ, ആദ്യമായിട്ടാ, അതുകൊണ്ടാട്ടോ. ഇതൊരു ശീലമാക്കണ്ട. തലയിലാവേ. അവക്കിപ്പോ കുഴപ്പമില്ല. ഞാനൊന്ന് മടിയിരിക്കാൻ പോയപ്പോ എന്തായിരുന്നു പൊകില്? അല്ല, ദാസപ്പാ, സൈലൻസ്. ഉണ്ടായിരടാ.